വചനോദയം. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങൾ. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്നു പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നു മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ടു സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിനോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. മറിയം അവളോട് കൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. വചന വിചിന്തനം. ദൈവസ്നേഹവും ദൈവകാരുണ്യവും നിറഞ്ഞ ഒരു ഹൃദയത്തിൻ്റെ ആനന്ദമാണ് പരിശുദ്ധ മറിയത്തിൻ്റെ സ്തോത്രഗീതം. ശക്തനായ ദൈവത്തിൻ്റെ നാമത്തെയും കാരുണ്യത്തെയും വാനോളം പുകഴ്ത്തുകയാണ് ആ അമ്മ. ശിക്ഷിക്കുകയും കോപിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിൽ നിന്ന് കാരുണ്യവാനും സ്നേഹനിധിയുമായ ഒരു ദൈവത്തെ ഈ അമ്മ ലോകത്തിന് വെളിപ്പെടുത്തുന്നു. എന്താണ് മറിയത്തിൻ്റെ ആനന്ദത്തിൻ്റെ കാരണം? മറിയം തന്നെ അത് പറയുന്നുണ്ട്. സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. മറിയം കർത്താവിൻ്റെ രക്ഷാകരമായ പുത്രൻ്റെ അമ്മയാകാൻ തിരഞ്ഞെടുക്കുന്നു. അതിനാൽ സഭ അവളെ പരിശുദ്ധാത്മപൂരിതയായി ബഹുമാനിക്കുന്നു. ദൈവഹിതം നിറവേറ്റുന്നവർക്ക് ദൈവം നിശ്ചയമായും വാഗ്ദാനം ചെയ്യുന്നതാണ് ഈ ഭാഗ്യം. ഈ ഭാഗ്യം സ്വന്തമാക്കിയവരെ നാം വിളിക്കുന്ന പേരാണ് വിശുദ്ധർ. എളിമയോടെ ദൈവഹിതം നിറവേറ്റാൻ ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ നമുക്കും നെഞ്ചിലേറ്റാം. ദൈവിക സന്ദേശങ്ങളെ എളിമയോടും നിഷ്കളങ്കതയോടും കൂടി നെഞ്ചിലേറ്റി അവരോട് ആമേൻ പറയാം. അപ്പോൾ ദൈവം വാഗ്ദാനം ചെയ്യുന്ന സൗഭാഗ്യത്തിന് നാമും അർഹരാകും.